ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ എന്ന ഹബീബിന്റെ ഭാര്യയും നമ്മുടെ ഉമ്മയുമായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സിദ്ദീഖ ബിൻതു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമാ വാപ്പ സഹാബിയാണ്, മഹദി ഹബീബിന്റെ ഭാര്യയാണ്, നമ്മുടെ ഉമ്മയാണ്. ചെറുപ്പകാലത്തെ നബി തങ്ങളുടെ കൂടെ കഴിയാൻ ഭാഗ്യമുണ്ടായ മഹദി. അല്ലാഹുവിന്റെ റസൂലിനെ എനിക്ക് തന്നെ മാത്രം വേണമെന്ന് പറഞ്ഞ മോള്, എനിക്ക് നബിയില്ലാതെ ജീവിക്കാൻ കഴിയില്ല, എന്റെ ദിവസവും ബാക്കി ദിവസവും പറ്റുമെങ്കിൽ എനിക്ക് തന്നെ വേണം, എന്റെ റസൂൽ എന്റെ അരികത്ത് എപ്പോഴും വേണം എന്നാഗ്രഹിച്ചിരുന്ന ബീവിയാണ് ഹബീബിന്റെ ഭാര്യയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്ത ഒരു അപരാധം അന്ന് കപടവിശ്വാസികൾ പറഞ്ഞു പരത്തിയപ്പോൾ, യുദ്ധം കഴിഞ്ഞു വരുമ്പോ ബീവിയുടെ മാല വെച്ചപ്പെട്ട് അത് നോക്കി നടന്ന് നേരം വൈകിയപ്പോ സഹാബികളെല്ലാം അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ആയിഷ ബീവി നിൽക്കുന്ന ഒട്ടകക്കട്ടില് കവർ ചെയ്തതാണ്, മൂടിയതാണ്. നേരമായപ്പോ അതിന്റെ ഉള്ളിൽ ബീവി ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഒട്ടകപ്പുറത്ത് വെച്ച് യാത്രയായപ്പോ ഹബീബിന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ നഷ്ടപ്പെട്ടുപോയ മാല അന്വേഷിച്ച് മരുഭൂമിയിലൂടെ തെരഞ്ഞു നടക്കുമ്പോഴാണ് ഹബീബിന്റെ സംഘം മുഴുവനും യാത്രയായത്. നോക്കണം, നബിതങ്ങൾ ഒരു ഒട്ടകപ്പുറത്താണ്, ആയിഷ ബീവി വേറെ ഒട്ടകപ്പുറത്താണ്. ആയിഷ ബീവി അതിന്റെ ഉള്ളിൽ ഉണ്ടാകും എന്ന് വിചാരിച്ച് സഹാബികൾ ഒട്ടകക്കട്ടില് മേലെടുത്തു വെച്ചു. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ബീവിയെ സുഖം തന്നെയല്ലേ എന്ന ഒരു കമന്റോ ഒരു ചോദ്യമോ സഹാബികൾ ചോദിക്കാറില്ല എന്നതിനർത്ഥം. പരിചയമുള്ള ആളല്ലേ, എന്റെ വർത്താനൊക്കെ പറയാം, അങ്ങനെ ചോദിച്ചെങ്കിൽ എന്റെ ഉള്ളിൽ ആളില്ല എന്ന് മനസ്സിലാവൂലേ? ആയിഷ ബീവി ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഒരു ഒട്ടകപ്പുറത്ത് എടുത്തു വെച്ചു. സംഘം യാത്രയായി, നോക്കുമ്പോൾ ബീവി എവിടല്ല. മരുഭൂമിയിലൂടെ മാലകെട്ടി തിരിച്ചു വന്ന് നോക്കുമ്പോഴാണ് നബിതങ്ങൾ അവിടെയില്ല, സഹാബികളൊക്കെ പോയിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിഷമിച്ചു പോയില്ലേ? നോക്കുമ്പോൾ ആരാരുമില്ലാതെ ഒറ്റയ്ക്ക് അവിടെ നിൽക്കേണ്ടി വന്നു. അപ്പോഴാണ് യുദ്ധത്തിലെ യാത്രാസംഘം സൈന്യം കടന്നു പോകുമ്പോ പിന്നിൽ വരുന്ന ഏതെങ്കിലും ആളുകൾക്ക് പിന്നിൽ ഒരാളെ നബിതങ്ങൾ നിയമിക്കും, കുറച്ചാളുകളെ കടന്നുപോയ യാത്രാസംഘത്തിൽ എന്തെങ്കിലും വീണുപോയിട്ടുണ്ടെങ്കിൽ പെറുക്കിക്കൊണ്ടുവരാൻ അന്ന് ഡ്യൂട്ടിയുള്ള സ്വഹാബി മഹാനായ സഫ്വാൻ ഇബ്നു മുഅസ്സിൽ റളിയല്ലാഹു അൻഹു ആണ്. അവരിങ്ങനെ വരുമ്പോഴാണ് ഒരു രൂപം ഒരു പാറക്കല്ലിൽ ഇങ്ങനെ ഇരിക്കുന്നത്. കണ്ടപ്പോഴേ മനസ്സിലായത് നബിയുടെ ഭാര്യയാണ്. ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന്റെ മുമ്പ് കണ്ടു പരിചയമുണ്ട്. ഹിജാബിന്റെ ആയത്ത് മറവേണം, അന്യ സ്ത്രീ പുരുഷന്മാര് കണ്ടുകൂടാ എന്ന നിയമം വന്നപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പിന്നെ കണ്ടിട്ടില്ല. ആയിഷ ബീവിയെ കണ്ടപ്പോഴേക്കും ഒട്ടകപ്പുറത്തുള്ള സഫ്വാൻ എന്നവർ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നിട്ട് പറഞ്ഞപ്പോ ബീവി സുബഹി നേരമായിട്ടുണ്ട്, പെട്ടെന്ന് അങ്ങോട്ട് ഉണർന്നു. ഒന്നും പറഞ്ഞില്ല ബീവി. എന്താണ് ഇവിടെ ഒറ്റക്കായി പോയത്, എന്ത് പറ്റിപ്പോയി, എന്താണ് കഥ, ഒന്നും ചോദിച്ചില്ല. ഒട്ടകം ചാറ്റി കൊടുത്ത് ബീവിയോട് മേലെ കയറാൻ വേണ്ടി പറഞ്ഞു. സഫ്വാൻ ഇബ്നു മുഅസ്സിൽ റളിയല്ലാഹു അൻഹു ഒന്നും സംസാരിക്കാതെ ആയിഷ ബീവി പറയുന്നു, ഞാൻ അല്ലാഹുവിനോട് പറയുമായിരുന്നു, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, കാരുണ്യവാനെ നീ എനിക്ക് മതി റബ്ബേ, നിന്നെ ഞാൻ കാര്യം ഭരമേൽപ്പിച്ചു തമ്പുരാനെ എന്ന് ഞാൻ എന്റെ വിഷയം അല്ലാഹുവിനെ ഏൽപ്പിച്ചു. എന്നോടൊരു വാക്ക് പോലും സംസാരിച്ചില്ല. ഇതിന്റെ സ്വഹാബിയായ സഫ്വാൻ ഇബ്നു മുഅസ്സിൽ റളിയല്ലാഹു അൻഹു അങ്ങനെ ഒട്ടകപ്പുറത്ത് ഞാനും സഫ്വാൻ എന്നവർ ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് താഴെയും നടന്നു വരുമ്പോഴാണ് അവിടുത്തെ കപടവിശ്വാസികൾ മദീനക്കാരായ കാപട്യത്തിന്റെ ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യവതിയായ മഹദിയെ, സംശുദ്ധയായ ബീവിയെ, പറയാൻ പാടില്ലാത്തത് ആയിഷ ബീവിയെയും സഫ്വാൻ തങ്ങളെയും വെച്ചുകൊണ്ട് ഒരു കള്ളക്കഥ മെഹഞ്ഞുണ്ടാക്കി. ബീവിയും അവരും തമ്മിൽ അരുതാത്തത് അള്ളാഹു നിഷിദ്ധമാക്കിയ വ്യഭിചാരം നടന്നു എന്ന് വരെ അവർ പറഞ്ഞുണ്ടാക്കി. ആ വിഷമം അള്ളാഹുവിന്റെ റസൂലിന് ചെല്ലുന്നുമല്ല നബിയെ വിഷമിപ്പിച്ചത്, സങ്കടപ്പെടുത്തിയത്. ആയിഷ ബീവി വിഷമിച്ചു പോയി. അള്ളാഹുവിന്റെ വിവരം വരുന്നില്ല, ഞങ്ങൾക്ക് വഹി വരുന്നില്ല, ശുദ്ധീകരണവർക്ക് ഇടപെടാൻ പറ്റുന്നില്ല, അവരുടെ ബീവിയുടെ ഉമ്മാക്ക് ഇടപെടാൻ പറ്റുന്നില്ല, ബീവിക്ക് ഇടപെടാൻ പറ്റുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബാണെങ്കിലോ ബീവിയോട് സംസാരിക്കുന്നുമില്ല. ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വളരെ മനോഹരമായ ബീവിയുടെ ചരിത്രം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്യാത്തത് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ ജനങ്ങൾ എന്നെ വിശ്വസിക്കും. എന്നാൽ അല്ലാഹുവിന് അറിയാം ഞാനത് ചെയ്തിട്ടില്ല എന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനത് ചെയ്തിട്ടില്ല എന്ന്.
എന്നാൽ എന്നെപ്പറ്റി പറയാൻ പാടില്ലാത്തത് പറഞ്ഞു പരത്തിയവരിൽ സ്വന്തം അമ്മായിയുടെ മകൻ മിസ്തഹ് ബിൻ ഉസാഫ് റളിയല്ലാഹു അൻഹു പെട്ടുപോയിട്ടുണ്ട്. കുറെ ആളുകൾ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയപ്പോ ഏറ്റു പറയാൻ തുടങ്ങി. ഞങ്ങൾ ഓരോന്ന് കേൾക്കുമ്പോ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് ഈ കേട്ടത് ശരിയാണോ എന്ന് ആദ്യം ചിന്തിക്കൂല. ഈ വാട്സപ്പിലൊക്കെ വരുമ്പോഴേ പ്രത്യേകം ശ്രദ്ധിച്ചോളെ. പലരും പലതും പറഞ്ഞു ഇത് ശരിയാണോ എന്ന് നോക്കണം നമ്മള്. വാട്സപ്പ് എന്തല്ല വഹിയല്ല, ഫേസ്ബുക്ക് വഹിയല്ല, സോഷ്യൽ മീഡിയ വഹിയല്ല. കേൾക്കുമ്പോഴേക്കും ഫോർവേഡ് ഇത് ഈ വിട്ടത് ശരിയാണോ, ഇതിൽ വല്ല കഴിവുണ്ടോ ഇതൊന്നും നോക്കാതെ മനുഷ്യന്മാരായിട്ട് കമന്റും തെറി പറയേണ്ടവര് തെറിയും ചീത്ത പറയേണ്ട ഒരു ചീത്തയും എന്തൊക്കെയാ ആവേശം. റഹ്മാനായ റബ്ബേ എന്തൊരാവേശാണ്. ഒന്ന് ആലോചിക്കത് ശരിയാണോ, ഞാനിപ്പോ എന്തിനാ പറയണത്, ഈ കേട്ടത് വാർത്ത ശരിയാണോ? إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. നിങ്ങൾക്കൊരു പരിചയമില്ലാത്ത ആളുകളെ അല്ലെങ്കിൽ നന്മയില്ലാത്തവരെ തിന്മയുടെ ഉപാസകരായ ആളുകളെ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോ ഫതബയ്യനൂ അത് സത്യമാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. എന്തിന്? അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. കേട്ടതൊക്കെ നിങ്ങൾ പറയാനും കേട്ടതനുസരിച്ച് പ്രവർത്തിക്കാനും തുടങ്ങിയാൽ പല ആളുകൾക്കും അതുകൊണ്ട് ഉപദ്രവമുണ്ടാകും, പിന്നെ സങ്കടപ്പെടേണ്ടി വരും. അതുകൊണ്ട് ആദ്യം നിങ്ങൾ വെരിഫൈ ചെയ്യണം. ഇവിടെ ശുദ്ധ ഖുർആൻ പറയാണ് ആയിഷ ബീവിയെ സംബന്ധിച്ച് ഒരു വെരിഫിക്കേഷൻ പോലും നടത്താതെ മിസ്തഹ് ബിൻ ഉസാഫ എന്നവര് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന ആയിഷ ബീവിയുടെ വാപ്പ തീറ്റുകൂട്ടുന്ന ആളാണ്. മിസ്തഹ് റളിയല്ലാഹു അൻഹു മുഹാജിറാണ്. മിസ്തഹും പറഞ്ഞു എന്ന് കേട്ടപ്പോ സിദ്ദീഖ് ഞങ്ങൾക്ക് സങ്കടമായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇനി മുതൽ മിസ്തഹിന് ഞാൻ ഒന്നും കൊടുക്കില്ല എന്ന് ശപഥം ചെയ്തു. വല്ലാഹി ഇനി മുതൽ മിസ്തഹിന് ഞാൻ ഒന്നും കൊടുക്കൂല. സ്വന്തം മോളെപ്പറ്റി, അതും സ്വന്തം ബന്ധുവായ മോള്, ഏതെങ്കിലും ഒരു മോളാണോ, അഷ്റഫുൽ ഖൽഖിന്റെ പെണ്ണല്ലേ, അഷ്റഫുൽ ഖൽഖിന്റെ ഭാര്യയല്ലേ, അത് മുഅ്മിനീങ്ങളുടെ ഉമ്മയല്ലേ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ അത്തയ്യിബാതു ലിത്തയ്യിബീൻ. സച്ചരിതരായ ആളുകളെയാണ്, സച്ചരിതരായ ആളുകൾക്ക് ആണുങ്ങൾക്ക് അല്ലാഹു നൽകുന്നത് നല്ലവരായ പെണ്ണുങ്ങളല്ലേ. അങ്ങനെയാണെങ്കിൽ അഷ്റഫുൽ ഖൽഖിന് ഇതുപോലെ തിന്മ ചെയ്യുന്ന ഒരാളെ അല്ലാഹു ഭാര്യയാക്കി കൊടുക്കുമോ എന്ന് പോലും ചിന്തിക്കാതെ ഏറ്റു പറഞ്ഞുപോയി. പറഞ്ഞുണ്ടാക്കിയതല്ല, കേട്ടത് ഫോർവേഡ് ചെയ്തു എന്ന വിഷയം തന്നെ ഏറ്റു പറയാന്ന് പറഞ്ഞാൽ കുറ്റം കിട്ടുന്ന. സിദ്ദീഖ് തങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞു ഇനി ഞാൻ ഒന്നും മിസ്തഹ് എന്നവർക്ക് കൊടുക്കൂല. ഇത്രയും കാലം നമുക്കാണെന്ന് തോന്നൂലേ, നമ്മൾ ഒരുപാട് ഭക്ഷണവും മറ്റു സഹായമൊക്കെ ചെയ്ത് പരിപാലിച്ചു കൊണ്ടുപോരുന്ന ഒരു വീട്ടുകാര്, സ്വന്തം കുടുംബം തന്നെയാണെങ്കിൽ പിന്നെ പറയും വേണ്ട. സ്വന്തം മോളെ കല്യാണം വരുമ്പോൾ വഴിക്കൊന്ന് മുടക്കി വിട്ടാലേ എങ്ങനെ ഉണ്ടാവും, എന്തായിരിക്കും അവസ്ഥ? സ്വന്തം പെങ്ങളെ കല്യാണം ഒരാൾ മുടക്കി, സ്വന്തം മോളെ കല്യാണം ഒരാൾ മുടക്കി എന്ന് കേട്ടാൽ എന്തായിരിക്കും? നമുക്ക് ആ മനുഷ്യനോട് സന്തോഷം തോന്നുമോ? ഇല്ല. വെറുപ്പ് തോന്നൂലേ? തോന്നും. ഇത് കല്യാണം മുടക്കിയതല്ല വിഷയം, അതിലും വലുതാണ്. മുത്തുനബിയുടെ മോളെപ്പറ്റി, മുത്തുനബിയുടെ ഭാര്യയെ സംബന്ധിച്ച്, ആയിഷ ബീവിയെ സംബന്ധിച്ച്, സിദ്ദീഖ സത്യസന്ധയായ മഹദിയെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറഞ്ഞപ്പോ വാപ്പയല്ലേ സിദ്ദീഖ് എന്നവരെ സഹിക്കാൻ പറ്റുമോ? സത്യം ചെയ്ത് പറഞ്ഞു ഇനി മുതൽ ലാ ഉൻഫിഖു അലാ മിസ്തഹിൻ അബദാ, മിസ്തഹ് എന്നവർക്ക് ഇനി ഞാൻ ഒന്നും ഒരു കാലത്തും കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോ അല്ലാഹു തആല ആയത്തിറക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا يأتل أولو الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله. നിങ്ങളിൽ മുതലാളിമാരായ ആളുകൾ സത്യം ചെയ്ത് പറയരുത്. മിസ്കീന്മാർക്കും പാവപ്പെട്ടവർക്കും അള്ളാന്റെ മാർഗത്തിൽ ഹിജ്റ പോയവർക്കും ഇനി ഞാൻ കൊടുക്കില്ല എന്ന് നിങ്ങളിൽ മുതലാളിമാർ സത്യം ചെയ്ത് പറയരുത്. ഒരു മുതലാളിയെ പറഞ്ഞിട്ടുള്ളൂ സിദ്ദീഖ് എന്നവര്, പക്ഷെ അല്ലാഹ് പറഞ്ഞത് ഉലുൽ ഫളിൽ, മുതലാളിമാരാരും പറഞ്ഞേക്കരുത്. സിദ്ദീഖ് തങ്ങളെ മാത്രം ഉദ്ദേശിച്ച പറയുന്നത്, പക്ഷേ അള്ളാഹു ബഹുവചനമായിട്ടാ പറഞ്ഞത്. അങ്ങനെ ആരും നിങ്ങൾക്കൊരു വിഷമം തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് അള്ളാഹുവിന്റെ ഇടപെടൽ നോക്കണം. നിങ്ങൾ ഈ മുതലാളിമാരെ പാവപ്പെട്ടവർക്ക് ഇനി കൊടുക്കില്ല എന്ന് സത്യം ചെയ്ത് പറയരുത്.
നിങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കുന്നില്ലേ, നിങ്ങൾ പുറത്തു കൊടുക്കണേ. നിങ്ങൾ എന്നേക്കുമായി വിട്ടുകൊടുക്കണേ. അഫുവും സഫുമുണ്ട്. അഫു എന്ന് പറഞ്ഞാൽ പുറത്തു കൊടുക്കുക, സഫ് എന്ന് പറഞ്ഞാൽ ഞാനന്ന് പുറത്തു തന്നിട്ടില്ലേ എന്ന് പോലും പിന്നെ പറയാൻ പാടില്ല. അങ്ങനെ മറന്നു കളയാ. ചിലർ അങ്ങനെ പറയും, ഞാൻ പിന്നെ അന്ന് മാപ്പാക്കി തന്നതാ, അന്ന് വേണ്ടാന്ന് വെച്ചതാ, പിന്നെ ഈ രണ്ടാമത് ചെയ്ത സ്ഥിതിക്ക് പിന്നെ എന്താ ചെയ്യാ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. സഫ് എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി വിട്ടുകളഞ്ഞു, എന്നേക്കുമായി. അതിനെ സംബന്ധിച്ച് ഒരു ഡിസ്കഷനും പിന്നെ വരാൻ പാടില്ല. നിങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കണമേ, നിങ്ങൾ സഫഹ് ചെയ്തു കൊടുക്കണമേ, എന്നേക്കുമായി വിട്ടുകൊടുക്കണമേ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അതുകൊണ്ട് മാപ്പ് ചെയ്ത് കൊടുക്കി ശ്രദ്ധിക്കുന്നവരെ നിങ്ങൾ മോളെപ്പറ്റി മിസ്തഹ പറഞ്ഞു, ശരിയാണ്. വല്ലാഹു ഗഫൂറുർ റഹീം, വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു ഏറ്റവും കൂടുതൽ പുറത്തു തരുന്നവനാണ്, അല്ലാഹു ഏറ്റവും കൂടുതൽ റഹ്മത്ത് ചെയ്യുന്നവരാണ്. നിങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കും. അതുവരെ ചെയ്ത നന്മ ഇനി അങ്ങോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കുന്നവരെ ആയത്തിറങ്ങിയപ്പോൾ പറഞ്ഞു പോയില്ലേ, ബലാ വല്ലാഹി ഇന്നാ നുഹിബ്ബു അൻ യഗ്ഫിറ ലനാ റബ്ബുനാ. നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരണ്ടയോ? ബലാ, വേണം റബ്ബേ, വേണം തമ്പുരാനെ. വല്ലാഹി ഇന്നാ നുഹിബ്ബു അൻ യഗ്ഫിറ ലനാ റബ്ബുനാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷിതാവ് പുറത്തു തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു റബ്ബേ. അതുകൊണ്ട് എന്നേക്കുമായി ഞാൻ മാപ്പ് ചെയ്തു കൊടുത്തു. നിസ്സഹന്നവർക്ക് മാപ്പ് ചെയ്തു കൊടുത്തു എന്ന് മാത്രമല്ല, അതുവരെ ചെയ്തിരുന്ന നന്മ തുടർന്നും ചെയ്തു കൊടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതൊന്നും വലിയ എളുപ്പമല്ല. നമ്മളോട് ഇങ്ങനെ ഒരാൾ ചെയ്താലേ നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? സിദ്ധിക്കുന്നവരൊക്കെ ചെയ്ത പോലെ മിനിമം മിണ്ടാതെങ്കിലും നടക്കും അല്ലേ? ഞാൻ ഉപദ്രവത്തൊന്നും പോലില്ല, പക്ഷെ ഞങ്ങൾക്ക് മിണ്ടൂല അങ്ങനെ പറയും. പുറത്തു കൊടുക്കണമേ, മാപ്പ് ചെയ്തു കൊടുക്കണമേ. അത് ഹൃദയശുദ്ധിയുടെ ഭാഗമാണ്. കാരണം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണ്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.